ഇറാൻ യുദ്ധം ആരംഭിച്ച ഒരു മാസം ആകുമ്പോൾ യുഎസിന്റെ ആയുധശേഖരം തീരുന്നതിൽ പെന്റഗൺ ആശങ്കാകുലരാണെന്ന് റിപ്പോർട്ട്. 10 ദിവസം കൂടി ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് ചർച്ചയാകുന്നത്. യുഎസിന്റെ വജ്രായുധമായ ടോമഹോക്ക് ക്രൂസ് മിസൈലുകൾക്കും ക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ട്. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ കരുത്തുറ്റ ടോമഹോക്കിനെയാണ് യുഎസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. യുദ്ധം നീണ്ടാൽ പശ്ചിമേഷ്യയിലുള്ള ടോമഹോക്ക് ശേഖരം തീരുമെന്ന് പ്രതിരോധ വിദഗ്ധർ ആശങ്ക പങ്കിട്ടു. മറ്റിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ടോമഹോക്കുകളെ മേഖലയിലേക്ക് എത്തിക്കുന്നതും മിസൈലിന്റെ ഉൽപാദനം ഉയർത്തുന്നതും പ്രതിരോധ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നുണ്ട്. മണിക്കൂറിൽ 880 കിലോമീറ്റർ വേഗതയുള്ള ടോമഹോക്കിന് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സാധിക്കും. ഫെബ്രുവരി 28 മുതൽ ഇറാന് നേരെ 150-ലേറെ ടോമഹോക്ക് മിസൈലുകളാണ് യുഎസ് പ്രയോഗിച്ചത്. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൃത്യതയുള്ള ആയുധങ്ങളുടെ സുഗമമായ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാം എന്നതിനെക്കുറിച്ച് പെന്റഗൺ ഉദ്യോഗസ്ഥർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകളെയാണ് യുഎസ് ആശ്രയിക്കുന്നത്. എന്നാൽ പെന്റഗൺ തങ്ങളുടെ ആയുധ ശേഖരത്തിൽ എത്ര മിസൈലുകളോ ആയുധങ്ങളോ ഉണ്ടെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ 10,000 സൈനികരെ കൂടി ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകളിലേക്ക് വിന്യസിക്കുന്നത് ട്രംപിന്റെ പരിഗണനയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഗാഗ് ദ്വീപിനെ ആക്രമിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണിത്. യുഎസ് ആർമിയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ 4,000-ഓളം സൈനികരെയും 5,000 മറൈൻ സൈനികരെയും മേഖലയിൽ വിന്യസിക്കാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതേസമയം ഇറാനിൽ ഭരണമാറ്റം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ തുടങ്ങിയ ആക്രമണം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. യുഎസ് ഇസ്രായേൽ സംയുക്ത ദൌത്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ലക്ഷ്യം നേടും വരെ പിന്തിരിയില്ലെന്ന് വ്യക്തമാക്കിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഒരാഴ്ചയായി പിന്മാറ്റ സൂചനയാണ് നൽകുന്നത്. മാർച്ച് 21-ന് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം കടുപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റി. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനാൽ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പിന്നെയും 10 ദിവസം കൂടി നീട്ടി. ചർച്ച നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ പ്രസ്താവന. സഖ്യകക്ഷിയായ ഇസ്രയേൽ ഇറാനിൽ കനത്താക്രമണം നടത്തുമ്പോഴാണ് ട്രംപിന്റെ സമാധാന നീക്കത്തിനിടയിലും ട്രംപ് യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 10,000 സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ട്രംപ് ഇറാനിൽ കരയുദ്ധത്തിന് ഒരുങ്ങുന്നതിന്റെ സൂചനയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഖാർക്ക് ദ്വീപ് ഉൾപ്പെടെ ഇറാന്റെ വൻ എണ്ണ ശേഖരങ്ങൾ പിടിച്ചെടുക്കുകയാണത്രേ ഈ നീക്കത്തിന്റെ ലക്ഷ്യം. വിപുലമായൊരു സൈനിക നീക്കത്തിനുള്ള മുന്നൊരുക്കമാണ് ഈ വെടിനിർത്തലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കരയുദ്ധം ആരംഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ പ്രത്യാക്രമണം യുഎസിനും നഷ്ടമാണ് വരുത്തുക. അപ്പോൾ പുതിയ സൈനിക വിന്യാസത്തിന് പിന്നിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാകും എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷയൊരുക്കാനുമാകും. അതെന്തായാലും ട്രംപിന്റെ ദ്വിമുഖ നീക്കം വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ട്രംപിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് ഇറാനെ സമീപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹോർമുസിൽ അവർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സമാധാന ചർച്ചകളോട് പൂർണ്ണമായി സഹകരിക്കാത്തതും ഇതേ കാരണത്താലാണ്. ഇതിനു പുറമെ ഇറാന്റെ വിനാശകാരികളായ ആയുധങ്ങൾ ഇപ്പോഴും അവർ പുറത്തെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.